കോൺഫിഡന്റ് ഗ്രൂപ്പ് CMD ആയിരുന്ന ഡോക്ടർ CJ റോയി മരണപ്പെട്ടിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ ഇനിയും ചുരുളഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പലരും പല രീതിയിലാണ് റോയിയുടെ മരണവിവരത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ആധികാരികമായ രേഖകളാണ് തങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് മിക്കവാറും മാധ്യമങ്ങളെല്ലാം തന്നെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ ദിവസവും പുറത്തുവിടുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ റോയി മരിക്കുന്നതിനുണ്ടായ കാരണം എന്നത് അന്വേഷിച്ചു ചെല്ലുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും പറയുമ്പോൾ എന്ത് തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് റോയി നേരിട്ടിരുന്നത്, എന്തുകൊണ്ടാണ് റോയിക്ക് അത്തരം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പറ്റാതെ വന്നത് എന്നുള്ളത് എടുത്ത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. ഈ ചോദ്യങ്ങൾക്കാണ് ഒരു കോണിൽ നിന്നും ഉത്തരം കിട്ടാതെ പോകുന്നത്. 10,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന റോയി ആത്മഹത്യയിലേക്ക് നീങ്ങുമ്പോൾ ഈ 10,000 കോടി രൂപയുടെ ആസ്തി ഉണ്ട്, എന്തുകൊണ്ടാണ് റോയിയുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പറ്റാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യവും പ്രസക്തം തന്നെയാണ്. ഇവിടെയാണ് നിഗൂഢമായ പല രഹസ്യങ്ങളും ചുരുളഴിയുന്നത്. റോയിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോൾ റോയിയുടെ അടുത്ത ചില സുഹൃത്തുക്കളിൽ, അതായത് വളരെ അപൂർവം ചില സുഹൃത്തുക്കൾ മാത്രമാണ് റോയിക്കുള്ളത്, അതിൽ ഒരാൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്താവിശേഷങ്ങളിൽ ശരിയുമുണ്ട്, തെറ്റുമുണ്ട്. ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയം തന്നെയാണ്. റോയി ഒരാഴ്ച കൃത്യമായി തീരുമാനിച്ചുറച്ചുകൊണ്ട് തന്നെയാണ് മരണത്തിലേക്ക് നീങ്ങിയത് എന്ന് പറയുമ്പോൾ ഒരാഴ്ചയായി റോയി മരിക്കുവാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഞെട്ടുന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് റോയി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയത് എന്ന് പറയുമ്പോൾ, റോയി സാധാരണ ഏതെങ്കിലും തരത്തിൽ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ബിസിനസ് നടത്തുമ്പോൾ അത്തരം നിക്ഷേപകരെയെല്ലാം പറ്റിച്ചുകൊണ്ട് പുറത്തേക്ക് മുങ്ങി ജീവിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് സുസാധ്യമാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യമുള്ള ദുബായ് ഒഴികെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ UB ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യയും മറ്റും ചെയ്തതുപോലെ അദ്ദേഹം അത് ചെയ്യാതിരുന്നത് തന്റെ ബിസിനസ്സിൽ അദ്ദേഹം പുലർത്തിയിരുന്ന വിശ്വസ്തത തന്നെയാണ്. തന്റെ നിക്ഷേപകർക്ക് അദ്ദേഹം വിശ്വാസ്യതയോടുകൂടി തന്നെയാണ് എക്കാലവും നിലകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ റോയി തോറ്റ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിബറ്റ് ഫ്രീ ബിസിനസ് എന്ന് പറയുമ്പോൾ സീറോ ഡിബറ്റ് ബിസിനസ് എന്ന് റോയി എപ്പോഴും അവകാശപ്പെടുമ്പോൾ ബാങ്കുകളിൽ നിന്ന് റോയി ഒരിക്കലും കടം കൊണ്ടിരുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ റോയിയുടെ ബിസിനസ് സംരംഭങ്ങളിൽ നിക്ഷേപം ഇറക്കിയ ആളുകൾ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും ഉണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. അതിൽ വലിയ വലിയ രാഷ്ട്രീയക്കാരുണ്ട്, വലിയ വലിയ സിനിമാക്കാരുണ്ട് എന്നുള്ളതെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെയാണ് റോയിയുടെ സാമ്പത്തിക തകർച്ചയുടെ ആരംഭം കാണേണ്ടത്. അതായത് ദുബായി കേന്ദ്രീകരിച്ച് റോയി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ അവിടെ ഇറക്കിയിട്ടുള്ള നിക്ഷേപത്തിന്റെ യഥാർത്ഥ ഉറവിടം എവിടെ നിന്നാണ്, അത് കള്ളപ്പണമാണോ എന്നത് അടുത്തിടെ ദുബായിൽ പരിഷ്കരിച്ച ഒരു നിയമത്തെ തുടർന്ന് ചില അന്വേഷണങ്ങൾ വരുന്നു. ഇതിനിടയിൽ ഇന്ത്യയും UAE-യുമായി ചില കരാറുകൾ നിലവിൽ വരുമ്പോൾ ദുബായിൽ റോയിയുടെ എല്ലാവിധ സാമ്പത്തിക ആസ്തികളും മരവിപ്പിക്കുന്ന തരത്തിലുള്ള ചില നടപടിക്രമങ്ങൾ ആ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തൽഫലമായി ദുബായ് സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം ഇന്ത്യയിലും റോയിയുടെ സ്ഥാപനങ്ങളിൽ, റോയിയുടെ മാത്രമല്ല ദുബായിൽ കള്ളപ്പണ നിക്ഷേപം ഇറക്കിയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ കമ്പനികളിലും ആദായ നികുതി വകുപ്പും ED ഡിപ്പാർട്ട്മെന്റും അവർ സെർച്ച് നടത്തുന്നു. റോയിയുടെ കേന്ദ്രങ്ങളിൽ, അതായത് റോയിയുടെ ബിസിനസ് കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 6 മാസക്കാലമായി സെർച്ചുകൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആദായ നികുതി വകുപ്പ് നടത്തുന്ന സെർച്ചുകളിൽ റോയി ഏതാണ്ടൊക്കെ ധാരണയിൽ എത്തിയിരുന്നു. പിഴയടച്ച് അത്തരം സെർച്ചുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി തന്നെ റോയി നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ദുബായിൽ പുതിയതായി ആരംഭിക്കുന്ന പ്രൊജക്ടുകളിലേക്ക് ഇവിടെ നിന്നും പണം ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ജോയി വന്ന് എത്തി നിൽക്കുന്നു. ആ ഒരു പ്രതിസന്ധി റോയിക്ക് മറികടക്കാൻ സാധ്യമാവാതെ വരുന്നു. എന്നിട്ടും തന്റെ സംരംഭങ്ങളിൽ, ബിസിനസ് സംരംഭങ്ങളിൽ നിക്ഷേപിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവസരമുണ്ട് എന്ന തരത്തിൽ തന്നെ റോയി പലരുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ നിക്ഷേപം സ്വീകരിക്കുവാൻ റോയി ഒരുക്കം കൂട്ടുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ നടക്കാതെ വരുന്നതും. അതായത് റോയിക്ക് ദുബായിലും യാതൊരു തരത്തിലും ലിക്വിഡ് ക്യാഷ് ഇറക്കി കളിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ടേക്ക് ദുബായിലേക്ക് പണം കൊണ്ടുപോകാനും സാധിക്കുന്നില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ ആഡംബര ജീവിതം നയിക്കുന്ന റോയിയെ വെട്ടിലാക്കി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പറഞ്ഞു കേൾക്കുന്നതനുസരിച്ചിട്ട് ഏതാണ്ട് 12ഓളം റോൾസ് റോയ്സ് കാറുകളും ലംബോർഗിനി, ബുഗാട്ടി അടക്കമുള്ള ലോകത്തിലിറങ്ങിയ അത്യാഡംബരപൂർവമായ കാറുകളുടെ ബ്രാൻഡുകളിൽപ്പെട്ട എല്ലാ നമ്പറുകളും അല്ലെങ്കിൽ എല്ലാ പാറ്റേണുകളും റോയി സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ലോകവ്യാപകമായി പല രാജ്യങ്ങളിലും അത്യാഡംബര വില്ലേജുകൾ അല്ലെങ്കിൽ അത്യാഡംബര വില്ലകൾ റോയി പണിതുയർത്തിയിരിക്കുന്നു. ബംഗളൂരുവിൽ തന്നെ ഏതാണ്ട് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ രാജകൊട്ടാര സദൃശമായ ഒരു ബംഗ്ലാവ് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിന്റെ പണി പൂർത്തീകരിക്കുവാനോ ആ പണി മുന്നോട്ട് കൊണ്ടുപോകാനോ തനിക്കിന് സാധ്യമല്ല എന്നുള്ളത് റോയി തിരിച്ചറിയുന്നു.
ജീവിതത്തിൽ ഉയരങ്ങൾ മാത്രം വെട്ടിപ്പിടിച്ചിരുന്ന റോയിക്ക് തന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം തനിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ലാതെ വരുമ്പോൾ തന്റെ നിക്ഷേപകർക്കിടയിലും തന്റെ ബിസിനസ് സംരംഭകർക്കിടയിലും തന്റെ കുടുംബക്കാർക്കിടയിലും ബന്ധുക്കൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും ഒന്നുമല്ലാത്ത രീതിയിൽ സീറോ ബാലൻസിൽ നിൽക്കേണ്ടി വരുമ്പോൾ അത് വലിയൊരു ആഘാതം തന്നെയായിരുന്നു റോയിയെ സംബന്ധിച്ചിടത്തോളം. ഈ വിവരങ്ങൾ തിരിച്ചറിഞ്ഞ അന്ന് മുതൽ റോയി മാനസിക സംഘർഷത്തിലായിരുന്നു, മാനസിക ചികിത്സ തേടിയിരുന്നു. ഏതാണ്ട് ഒരു മാസക്കാലം ആയി റോയി ഉറങ്ങിയിട്ട് എന്ന് തന്നെയാണ് ഈ സുഹൃത്ത് വെളിപ്പെടുത്തുന്നത്. റോയി പലതരത്തിലുള്ള മരുന്നുകളും ചികിത്സാക്രമങ്ങളും ഇക്കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ പലയിടങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് തനിക്കുണ്ടായിട്ടുള്ള ഈ ബിസിനസ് സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഇടിത്തി പോലെ ഒരു കാരണവശാലും ട്രാൻസാക്ഷൻ നടക്കാത്ത തരത്തിൽ ഇന്ത്യ സർക്കാരിന്റെ ഭാഗത്തു നിന്നും UAE സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ചില നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായ ചില കണക്കുകൂട്ടലുകൾ നടത്തി. അങ്ങനെയാണ് തന്റെ അനുജൻ വിളിക്കുന്നത്. അനുജൻ സ്വിറ്റ്സർലാൻഡിലാണോ അതോ മറ്റേതെങ്കിലും രാജ്യത്താണോ എന്നുള്ള നിശ്ചയമില്ല. അവിടെ ടൂറിലായിരുന്നു. അവിടെ നിന്ന് വിളിച്ചു വരുത്തുന്നു. ഇതുപോലെ തന്നെ തന്റെ മാനേജിംഗ് ഡയറക്ടറായ ജോസഫിനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ദുബായിൽ നിന്നും റോയി തന്റെ ബംഗളൂരുവിലെ ഓഫീസിലേക്ക് പറന്ന് ഇറങ്ങുന്നത്. അവിടെ വെച്ച് റോയി ജോസഫുമായി ചില ചർച്ചകൾ നടത്തുന്നു. അനിയനുമായി ഫോണിൽ സംസാരിക്കുന്നു. പിന്നീട് തന്റെ സ്വന്തം ക്യാബിനിലേക്ക് ജോസഫും ഒരുമിച്ച് പോകുന്നു. ജോസഫിനെ പുറത്ത് നിൽക്കാൻ പറയുന്നു. തനിക്ക് അമ്മയുമായി സംസാരിക്കണമെന്ന് പറയുന്നു. പിന്നീടാണ് സ്വന്തം നെഞ്ചിലേക്ക് നിറയൊഴിച്ച് റോയി മരിച്ചത് എന്ന് പറയുമ്പോൾ, റോയിയെ മരണത്തിലേക്ക് തള്ളിവിട്ട കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയുമ്പോൾ, ഇത്തരം സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി തീർച്ചയായും റോയിക്ക് സാധ്യമാകുമായിരുന്നു. എന്നാൽ ഒരു തരത്തിലും റോയിക്ക് പണം ലിക്വിഡ് ക്യാഷ് ഇറക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധികളാണ് രണ്ട് സർക്കാരുകളും തീർത്തത്. ഇതിൽ നിന്നും റോയിക്ക് മറികടക്കാൻ പറ്റിയില്ല. തന്റെ ആഡംബരപൂർണ്ണമായ ജീവിതത്തിന് അറുതി വരുന്നു, അല്ലെങ്കിൽ ആ ആഡംബരപൂർണ്ണമായ ജീവിതം ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് താൻ വിജയിയായ ഒരു ബിസിനസ് സംരംഭകനാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അത്തരത്തിൽ പ്രചരണം നടത്തിക്കൊണ്ട് ആഡംബരപൂർണ്ണമായ ജീവിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് നിക്ഷേപകരെ റോയി ക്ഷണിച്ചിരുന്നത്, അല്ലെങ്കിൽ റോയി അവരെയെല്ലാം വീഴ്ത്തിയിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അതുകൊണ്ട് തന്നെ റോയിക്ക് അത്തരത്തിലൊന്നും ഇനിയും നടക്കില്ല എന്ന് കാണുമ്പോൾ ആ സത്യം തിരിച്ചറിഞ്ഞ റോയി അക്ഷരാർത്ഥത്തിൽ തകർന്നു പോവുകയായിരുന്നു. ഒരു മാസക്കാലമായി റോയി ഉറങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ, റോയി ഈ ഒരാഴ്ചക്കാലം കൊണ്ട് തന്റെ മരണക്കുറിപ്പ് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ തന്നെ പുറത്തു വരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 15 വർഷങ്ങളായി ബംഗളൂരുവിൽ റോയി വരുമ്പോൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ രണ്ട് സ്യൂട്ട് വാടകയ്ക്കെടുത്ത് ഒരു നില മുഴുവനുള്ള എല്ലാ മുറികളും റോയി ബുക്ക് ചെയ്ത് അവിടെ സ്വന്തം പരിചാരകരെയും സുരക്ഷാ അംഗങ്ങളെയും ചേർത്തുകൊണ്ട് തന്നെയാണ് റോയി ജീവിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ, ആ വാർത്ത ഞെട്ടലോട് കൂടിയല്ലാതെ കേൾക്കാൻ സാധിക്കില്ല. പറഞ്ഞു കേൾക്കുന്നത് റോയിയുടെ സുഹൃത്ത് വ്യക്തമാക്കുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ 15 വർഷം ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ 2 സ്യൂട്ടുകൾ വാടകയ്ക്കെടുത്ത് അതുപോലെ ഒരു നിലയിലുള്ള എല്ലാ മുറികളും വാടകയ്ക്കെടുത്ത് താമസിക്കുമ്പോൾ 15 വർഷം കൊണ്ട് എത്ര കോടി രൂപ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ റോയി റെന്റായി കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഊഹിക്കാവുന്നതിനും അപ്പുറം തന്നെയാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. റോയി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വൻ സുരക്ഷാ സന്നാഹത്തോടു കൂടി ഒരു ഹോട്ടലിന്റെ ഒരു നിലയിലുള്ള മുഴുവൻ മുറികളും വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് ആരെയും പ്രവേശിപ്പിക്കാതെ താമസിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ, റോയി ആരെയൊക്കെയോ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഏതായാലും റോയി പിന്നീട് സിനിമാ മേഖലയിലും പണമിറക്കിയിരുന്നു. ഈ സിനിമാ മേഖലയിൽ പണമിറക്കിയിരുന്നത് വൻ പരാജയത്തിലാണ് കലാശിച്ചിരുന്നത്. കാസനോവ പോലെയുള്ള വൻ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ റോയി എടുത്തെങ്കിലും വലിയ സാമ്പത്തിക നഷ്ടങ്ങളാണ് അതിലൂടെ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. അവസാനം VK പ്രകാശിന്റെ ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു സിനിമയിൽ റോയിയുടെ മകൾക്ക് വേണ്ടിയാണ് ആ സിനിമ നിർമ്മിച്ചത്. അതിൽ റോയിയുടെ മകളും അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഇത്തരം പ്രതിസന്ധികളിലൂടെ ഇനിയും കടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ തന്റെ അത്യാഡംബരപൂർണ്ണമായ ജീവിതത്തിൽ നേടിയതെല്ലാം കൈവിട്ടു പോകും. അല്ല എന്നുണ്ടെങ്കിൽ താൻ വീണ്ടും ദുബായിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ചെക്ക് കേസിൽ പോലും, ചെക്ക് ബൗൺസ് ആയാൽ പോലും പിടിച്ചകത്തിടുന്ന അതികഠിനമായ ശിക്ഷാ സമ്പ്രദായങ്ങളുള്ള അതിനിശിതമായ നീതി നിയമ സംവിധാനങ്ങളുള്ള ആ രാജ്യത്ത് ഒരുപക്ഷെ തനിക്ക് ജയിലിൽ കിടക്കേണ്ടതായി വരും എന്ന് തന്നെ റോയി ഭയപ്പെട്ടു. താൻ ഇതുവരെയും നേടി ഉയർത്തി കാണിച്ച ആഡംബര ജീവിതവും ഇതുവരെ നേടിയെടുത്ത ആഡംബര സൗകര്യങ്ങളും എല്ലാം നഷ്ടമാകുന്നു. 5 പൈസയുടെ ട്രാൻസാക്ഷൻ തനിക്ക് നടക്കില്ല. തന്റെ ജീവിതത്തിൽ ഇനി താൻ ഒന്നുമല്ലാതെയാകുന്നു. തന്റെ ബന്ധുക്കളുടെയും ഇടപാടുകാരുടെയും മുന്നിൽ താൻ സീറോ ബാലൻസിൽ നിൽക്കേണ്ടതായ ഒരു അവസ്ഥ റോയിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് റോയി ആത്മഹത്യക്ക്, മരണത്തിന് കീഴടങ്ങിയത്. ഒരു വെടിയുണ്ടെങ്കിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് ആഡംബരരഹിതമായ ലോകത്തേക്ക് യാത്രയായത് എന്ന് തന്നെയാണ് റോയിയുടെ സുഹൃത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇനിയും ഇതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഇത് തന്നെയാണ് റോയിയുടെ വിശ്വാസയോഗ്യമായ ചില, അല്ലെങ്കിൽ അതിവിശ്വസ്തരായ ചില സുഹൃത്തുക്കളിൽ ഒരാളായി ഒരു സുഹൃത്ത് വെളിപ്പെടുത്തിയ കാര്യം ഇത് തന്നെയാണ്. ഇനിയും എന്താണ് റോയിയുടെ മരണത്തെക്കുറിച്ച് പുതിയതായി വരാനുള്ളത് എന്ന് നമുക്കറിയില്ല. എന്തായാലും റോയിയെ ചുറ്റിപ്പറ്റി നിരവധി ദുരൂഹമായ വാർത്തകൾ ഓരോ ദിവസം ചെല്ലുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സത്യാവസ്ഥ ജനം അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത പങ്കുവച്ചത്. എന്തായിരിക്കും ഇനി റോയിയുടെ മറ്റ് വിശേഷങ്ങളുമായി അടുത്ത ദിവസങ്ങളിലെല്ലാം വാർത്താമാധ്യമങ്ങൾ വാർത്തകളുമായി പുറത്തു വരുന്നത് എന്നുള്ളത് നമുക്കും കണ്ടറിയാം. കാത്തിരിക്കാം.